കണ്ടു അല്ലെ? എവിടെയാണ് ഇത് നടക്കുന്നത്? ഈ സന്ദർഭം കണ്ട യെസ്, ഇറ്റ് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ പേഷ്യന്റ് and the conversation between the nurse and the patient. There the patient is asking some questions to the nurse and the nurse is replying according to that question. Okay. അപ്പൊ ഇവിടെ നമ്മളൊരു സംഭാഷണം നമ്മൾ കണ്ടു അല്ലെ? ജസ്റ്റ് ഒരു ലൈവ് ആയിട്ടുള്ള സംഭാഷണം കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു സ്ക്രീനിലേക്ക് കൊണ്ട് നോക്കും. നിങ്ങള് ചെറിയ ജസ്റ്റ് ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ രോഗിയും നേഴ്സും തമ്മിലുള്ള സംഭാഷണമാണെങ്കിൽ ഇനിയിപ്പോ രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഐറ്റം ഇവിടെ ഇതിലുണ്ട്. അതൊന്ന് ജസ്റ്റ് എല്ലാവരും സ്ക്രീനിൽ നോക്കുക. ഓക്കെ, സൂം ചെയ്ത് നോക്കിയാൽ സൂം ചെയ്ത് നോക്കൂ. എല്ലാവരും ആ സ്ക്രീനിലേക്ക് നോക്കൂ, സൂം ചെയ്ത് നോക്കൂ. Doctor, did you take any medicine? Patient: yes, doctor, I took Anacin. Doctor: who told you take it? And the patient: nobody, doctor, I took myself. Doctor then asking, why did you take it? Because I felt a headache. Then doctor again asking, doctor, nothing to be worried. worrying ആവശ്യമൊന്നുമില്ല. ഡോക്ടർ പറയാണ്, ഡു യു നീഡ് ഇമ്മീഡിയറ്റ് റിലീഫ് അല്ലെ? പെട്ടെന്ന് നമുക്ക് എന്താണ് അസുഖം ഭേദാകണ്ടേ? നോ നീഡ്സ് ആർ ഹൈ ഇനഫ്. യു നോക്കൂ, ഇറ്റ് ഇസ് ഇനഫ്. യു ഗിവ് മീ മെഡിസിൻ. നിങ്ങൾ യു ഗിവ് മീ. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണോ അല്ല എന്താ വേണ്ടത്? എന്താണ് രോഗി പറഞ്ഞത്? അങ്ങനെ ഡോക്ടർ ആൻഡ് ദ പേഷ്യന്റ്, ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ദ പേഷ്യന്റ് കേസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇറ്റ് മേ ബി ദ കോൺവെർസേഷൻ. ഇതന്നെ ആവണം നിർബന്ധമില്ല. ഇറ്റ്സ് വേരിയിങ്. എന്താണ് പല അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ, അക്കോർഡിംഗ് ടു ദ sickness, according to the illness, it may be varying from hospital to another or wherever it is. That means the conversation may be changed according to the situation. Okay, വേറെ രോഗി വന്ന് വേറെ തരത്തിലേക്ക് സംഭാഷണം ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ വേറൊരു സംഭാഷണത്തിന്റെ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, നോക്കൂ. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിന്റെ എല്ലാവരും സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കട്ടോ. ഒന്ന് സൂം ചെയ്ത് നോക്കുക, സൂം ചെയ്ത് നോക്കുക. സന്ധ്യ അല്ലെ? സന്ധ്യയും സാനിയയും തമ്മിലുള്ള സംഭാഷണമാണ്. I mean, it's standard conversation between two students in the bus stop. രണ്ട് സ്റ്റുഡൻസ് കണ്ടിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം. അതാണ് സനിയ, in which class you are studying? ഡയറക്റ്റ് വേറെ വിഷയൊന്നും ഇല്ലാണ്ട് നേരിട്ട് പറയണേ. ശരി, I am in 8th standard. What about you? I am in 9th standard. നമ്മളങ്ങനെ പറയല്ലോ അല്ലെ? സനിയ, do you come to school by bus? ബസ്സിലാണോ വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ സംഭാഷണം നീണ്ടുകൊണ്ട് പോവാണ്. I am just introducing. ഇങ്ങനെയൊക്കെ സംഭാഷണ ശകലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് വേയിലൊന്നും കറക്റ്റ് റൂട്ടിൽ തന്നെ എല്ലാവരും സംസാരിക്കുന്നത് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് ഈസ് ചേഞ്ചിങ് അക്കോർഡിംഗ് ടു ദ പേഴ്സൺ. ആളുകളെ അനുസരിച്ചിട്ട് ഇറ്റ് മേ ബി ചേഞ്ച് അല്ലെ? ഫ്രം വേരിയസ് സിറ്റുവേഷൻസ്. പല സന്ദർഭത്തിനനുസരിച്ചിട്ട് പല ആളുകളെ അനുസരിച്ചിട്ട് ദ കോൺവെർസേഷൻ വിൽ ബി ചേഞ്ച്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ പരിചിതമായിട്ടുള്ള രണ്ടാളെ പേരാണ് രാജു ആൻഡ് രാധ. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. രാജുവും രാധയെ പറ്റി കേൾക്കാത്ത ആരുണ്ടാവും. നമുക്ക് അതിൽ തന്നെ നല്ലൊരു സംഭാഷണം തുടങ്ങി നോക്കിയാലോ? ഓക്കെ, അപ്പൊ ഇനി രാജുവും രാധയും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണത്തിന്റെ ശകലം വളരെ വളരെ ഫോർമൽ ആയിട്ടുള്ള, വളരെ സാധാരണ രീതിയിൽ നമ്മൾ സ്കൂളിൽ കുട്ടികൾ, നിങ്ങൾ ഫ്രണ്ട്സും തമ്മിലുള്ള എങ്ങനെയാണ് സംഭാഷണം, വളരെ ഫോർമൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ക്രീനിൽ എല്ലാവരും നോക്കും. രാജു ആൻഡ് രാധയും തമ്മിലുള്ള സംഭാഷണം. ഓക്കെ,
ആ സ്ക്രീനിൽ നോക്കിയാൽ രാജു പറയണേ. ഹലോ രാധ, ഗുഡ് മോർണിംഗ്. ഞാൻ രാധ പറയുന്നു. ഗുഡ് മോർണിംഗ് രാജു, ഹൗ ആർ യു? രാജു പറയണേ, ഐ ആം ഫൈൻ, വാട്ട് അബൌട്ട് യു? രാധ അഗൈൻ, ഐ ആം ഓൾസോ ഫൈൻ. രാജു പറയണേ, വേർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പൊ വീണ്ടും രാധ തിരിച്ചു ചോദിക്കുകയാണ്, വേർ ആർ യു ഗോയിങ്? അപ്പൊ രാജു പറഞ്ഞു, ഐ ആം ഗോയിങ് ടു മൈ അങ്കിൾസ് ഹൗസ്. രാധ പറയാണ്, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ അങ്കിൾ ആൻഡ് ഫാമിലി. അങ്കിളിനോടും ഫാമിലിയോടും എന്റെ അന്വേഷണം പറയാം. രാജു ഓക്കെ, താങ്ക് യു, ഗ്ലാഡ് ടു മീറ്റ് യു. രാധ പറയാണ്, താങ്ക്സ്, സീ യു അഗൈൻ, ബൈ. ഇറ്റ്സ് എ വെരി സിമ്പിൾ കോമൺ കോൺവെർസേഷൻ അല്ലെ? സാധാരണ രീതിയിലുള്ള ആൾക്കാർ ആ രീതിയിലുള്ള സംഭാഷണം മാത്രമേ നമ്മൾക്ക് പരീക്ഷക്കും ഈ രീതിയിലേക്കുള്ള സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഒരുപാട് വലിയ വലിയ സംഭാഷണങ്ങളൊന്നും കഴിച്ചാൽ പൊട്ടാത്ത തരത്തിലുള്ള വാക്കുകളൊന്നും നമ്മൾ എഴുതണമെന്നില്ല. 4ാം ക്ലാസ്സിൽ വരുമ്പോൾ സംഭാഷണത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 സെന്റൻസ് എഴുതണ്ടേ വേണം. 6 നമുക്ക് എന്ത് ചെയ്യാം, അത് 10 ആക്കി മാറ്റുമ്പോൾ അത് ചെക്ക് ചെയ്യുന്ന അധ്യാപകരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട് അല്ലെ. നല്ല രീതിയിൽ കോൺവെർസേഷൻ ബിഗിനിങ് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആ കണ്ടസ്റ്റ് ഏതാണ്, ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള മാറ്റർ അതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നല്ലൊരു രീതിയിൽ കുട്ടികൾ വിഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ ഭാഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കോൺവെർസേഷൻ നല്ലൊരു തുടക്കം വേണ്ടേ? നമ്മളങ്ങനെ ഫോർമൽ ആയിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ നമ്മൾ മെല്ലെ കടന്നു വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുന്നു. കാര്യം 1 2 സെന്റൻസിൽ കാര്യം പറയുന്നു. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷന്റെ അവസാനം നമ്മൾ വളരെ ഫോർമൽ ആയിട്ടുള്ള ചില സന്ദർഭങ്ങളാണ് വി ക്യാൻ മീറ്റ് അഗെയിൻ, സീ യു അഗെയിൻ, താങ്ക് യു ഫോർ യുവർ മീറ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ, കോമൺ ആയിട്ടുള്ള വാക്കുകൾ, കോമൺ ആയിട്ടുള്ള കോൺവെർസേഷൻ ശകലങ്ങൾ നമ്മൾ എഴുതിയിട്ട് അത് അവസാനിപ്പിക്കും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ അതിന്റെ തുടർന്ന് വന്ന ഒരു ആശയത്തിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ പകുതി ഭാഗം അതിന് സെന്ററിൽ എത്തുമ്പോൾ നമ്മളൊരു കാര്യം പറയുന്നു. കാര്യത്തെ കുറിച്ച് 1 2 സെന്റൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു. അവസാനം നമ്മൾ അവരായിട്ട് സംഭാഷണം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫോർമൽ ആയിട്ടുള്ള എന്തൊക്കെ തരത്തിലുള്ള സെന്റൻസ് വേർഡിങ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് രാജു ആൻഡ് രാധയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യത്തിലാണ്. ഒന്നും കൂടി നിങ്ങളെ ശ്രദ്ധിക്കും, ഒന്നും കൂടി ഞാനത് കാണിച്ചത്. രാജു രാധയുടെ സംഭാഷണം എല്ലാവരും ശ്രദ്ധിക്കും. എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് നോക്കൂ. Conversation between Radha, രാജു ആൻഡ് രാധ. അല്ലെ, രാജു ആണ് തുടങ്ങുന്നത് അല്ലെ. രാജു ആദ്യം തന്നെ നമ്മൾ ഫോർമൽ ആയിട്ട് പറയാം. നമ്മൾ ഒരാളെ കണ്ടാൽ കഷ്ടത്തിന് എങ്ങനെ നമ്മൾ വിഷ് ചെയ്യാം. യെസ്, രാവിലെയാണ് ഗുഡ് മോർണിംഗ് അല്ലെ. അപ്പൊ തിരിച്ചിട്ട് എന്താ പറയാ, രാജു ആണ് ഗുഡ് മോർണിംഗ് രാധ. അപ്പൊ രാധ എന്ത് പറയും? രാധ എന്താണ് പറയാ? യെസ്, വെരി സിമ്പിൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രാവിലെ ഗുഡ് മോർണിംഗ്. എന്നിട്ട് അവൾ ചോദിക്കാണ് ഹൗ ആർ യു. നോർമൽ ഹൗ ആർ യു. അപ്പൊ രാജു പറയുന്നു, എന്താ രാജു പറയുന്നത്? I am fine അല്ലെ. ആരാ ചോദിക്കുന്നത്? രാജുവിന്റെ കോൺവെർസേഷൻ കാണുന്നില്ലേ? ആരോ പിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സെക്കൻഡ്. കോൺവെർസേഷൻ കാണുന്നില്ല? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഈ റോയ് ടി സി എന്ന് പറഞ്ഞ സ്ക്രീൻ പ്രസന്റ് ചെയ്ത സാറേ, അതുകൊണ്ടാണ്. വേറൊരാള് സ്ക്രീൻ പ്രസന്റ് ചെയ്തു, അതുകൊണ്ടാണ് തടസ്സം വന്നത്. ഓക്കെ, സ്ക്രീൻ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞില്ല ടീച്ചറെ? ശരിയാണ്. ഓക്കെ,
ഇപ്പൊ ശരിയായോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അയാളെ മാറ്റാൻ മക്കൾ ആരും സ്ക്രീൻ അയാളോട് മാറ്റാൻ പറയും. സ്ക്രീൻ പ്രസന്റ് ചെയ്യരുത് ആരും കേട്ടോ. റെഡിയായോ? ആ ശരിയായി ശരിയായി. ശരിയായില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ. Okay, അപ്പൊ രാജു, I am fine. What about you? I am also fine. Where are you going? I am going to the market. അങ്ങനെ പോകുന്നുണ്ടല്ലേ? കണ്ടു. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരും. അപ്പൊ നോക്കൂ, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുക. ഏത് സംഭാഷണം വന്നാലും, നമ്മൾ ഏത് തരത്തിലുള്ള സംഭാഷണം വന്നാലും നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇത് നമുക്ക് എഴുതാൻ പറ്റൂലേ? ഗുഡ് മോർണിംഗ്. അപ്പൊ മറ്റാൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. അപ്പൊ അങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഐ ആം ഗോയിങ് ടു സോയിനി, വേർ ആർ യു ഗോയിങ് അല്ലെ? I am going to markets. അങ്ങനെ ചോദ്യം ഇതാ. ഇതിൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി. ഒന്നുകൂടി നോക്കുക. I am also fine. Where are you going? I am going to the market. അപ്പൊ രാധ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. Where are you going? I am going to my uncle's house. രാധ പറയാണ് convey my regards to uncle and family. Then രാജു, okay, thank you, glad to meet you. അപ്പൊ രാധ പറഞ്ഞു thank you, see you again. അപ്പൊ ഇത് മാർക്കറ്റിലാണ്. ദേ ആർ നൗ ഇൻ ദ മാർക്കറ്റ്. ടൗൺ അല്ലെങ്കിൽ സിറ്റി അല്ലെ മാർക്കറ്റ് എവിടെ ആയിക്കോട്ടെ, ടൗൺ, സിറ്റി, മാർക്കറ്റ് എവിടെ ആയാലും നമുക്ക് ഈ രീതിയിലുള്ള സംഭാഷണം നമുക്ക് എഴുതാൻ പറ്റൂലേ? പറ്റും അല്ലെ? നോക്കൂ, എവിടെയല്ല, അത് മാർക്കറ്റിലായിക്കോട്ടെ, ടൗണിലായിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, റോഡിലായിക്കോട്ടെ, എവിടെയാകട്ടെ, വേറെ ഇറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഇൻ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ രാജു ആൻഡ് രാധ. ഗുഡ് മോർണിംഗ് രാധ എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ രാജുവിന് പകരം ആള് മാറുകയാണ്. ഇവിടെ രാജുവിന് പകരം പിങ്കള, നമ്മുടെ ആദ്യത്തെ പാടത്ത് പിങ്കളയാണ് മാർക്കറ്റിലെങ്കിൽ, പിങ്കള നമ്മള് പാലസിലേക്ക് പോകുന്ന വഴി ഒരു ടൗണിലെത്തി. പിങ്കള വേറൊരു ഫ്രണ്ടിനെ കണ്ടു. പിങ്കളയുടെ സുഹൃത്ത് കിങ്കള. ഓക്കെ, കിങ്കല ആൻഡ് പിങ്കളയുടെ സുഹൃത്ത് കിങ്കലി തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാൻ പറഞ്ഞാൽ വി ക്യാൻ ജസ്റ്റ് കോപ്പി ലൈക്ക് ദിസ്. ഇതേപോലെ കോപ്പി ചെയ്താൽ നമുക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ടൈപ്പ് ഓഫ് സെന്റൻസസ് നമ്മൾ ബൈഹാർട്ടാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. ബൈഹാർട്ടാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി പഠിക്കുകയാണ് ഏറ്റവും വേണ്ടത്. അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്, സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പൊ നമ്മൾ ഇവിടെ പിങ്കളയും തമ്മിൽ they are on the way to the palace and they are meeting at the town. ആ ടൗണിൽ വെച്ചും അവരൊരു ജംഗ്ഷനിൽ വെച്ച് കാണുകയാണ്. ആ ജംഗ്ഷനിൽ വെച്ചിട്ട് അവര് സംഭാഷണം ഏർപ്പെടുകയാണ്. അപ്പോ ഗുഡ് മോർണിംഗ് രാധക്ക് പകരം എന്തെയും അവിടെ ഗുഡ് മോർണിംഗ് കിങ്കില അല്ലെ? കിങ്കില പറഞ്ഞു ഹൗ ആർ യു. അങ്ങനെ പേര് ജസ്റ്റ് പേര് മാറ്റുന്നു. സെയിം പാറ്റേൺ നമ്മൾ എഴുതിയിട്ട് പരിശീലിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി പിങ്കളയുടെ ഒരു കഥയായിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആഡ്. ഫസ്റ്റ് നമുക്ക് എന്തായാലും ഇത്രയും സെന്റൻസ് നമുക്ക് എഴുതാൻ പറ്റും. ഇത്ര 1 2 3 4 5 6 എവിടെയാ പോകുന്നത്? 3 ജോഡി സെന്റൻസസ് നമുക്ക് എഴുതാൻ ഷുവറായിട്ട് പറ്റും. അപ്പൊ ഒരു 6 സെന്റൻസ് ആയി. നമ്മൾ ബാക്കി ഒന്നും എഴുതിയില്ലെങ്കിലും ഈ 6 എഴുതിയപ്പോ ഒരു മാർക്കെങ്കിലും നമ്മുടെ പരീക്ഷ നോക്കുന്ന അധ്യാപകൻ തരാതിരിക്കൂല. ഇത് മാത്രമല്ല എഴുതണ്ട കേട്ടോ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എവിടെ? ഒരു സെന്ററിലേക്ക്. ഇത് കഴിഞ്ഞപ്പോ ഇനി എവിടെയാണ്, എന്താണ് പ്രധാനപ്പെട്ട സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സെന്റൻസ് നമ്മുടെ ഇവിടെ ഉണ്ടാകും. ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെന്റൻസ് എവിടുന്ന് കിട്ടും? നമ്മുടെ ക്വസ്റ്റ്യൻസ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മളിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, നമുക്കത് നോക്കാം, അതിലേക്ക് കടക്കാം. നോക്കൂ, അപ്പൊ ഈ കിങ്കളിയും തമ്മിൽ, അല്ലെങ്കിൽ രാജുവും രാധയും തമ്മിൽ, അല്ലെങ്കിൽ കിങ്ങും നമ്മുടെ ഐവാനും തമ്മിൽ, അല്ലെങ്കിൽ അന ആൻഡ് അരുന്ധതിയും തമ്മിലും ആരുടെ സംഭാഷണം ചോദിച്ചാലും വി ക്യാൻ മേക്ക് ലൈക്ക് ദിസ്. ഈ സംഭാഷണം ജസ്റ്റ് പേര് മാറ്റുക. ഇവിടെ നമ്മൾ പേര് മാറ്റുന്നു എന്നല്ലേ? ഇവിടെ അരുന്ധതി, പിന്നെ അന, സെയിം. ഇനി
ഇത് മാറ്റി അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ പാഠത്തിൽ ആരാ? ഐവാൻ ആൻഡ് മർച്ചന്റ്. നമ്മൾ ജസ്റ്റ് മാറ്റും ഇവിടെ അക്കോർഡിംഗ് ടു ദ ആരോടാണോ നമ്മൾ ചോദിക്കുന്നത് അത് ഇവിടെ നമ്മൾ ഐവാൻ ടു ദ മർച്ചന്റ് അല്ലെങ്കിൽ മർച്ചന്റ് പേര് വിളിക്കുന്നു, അല്ലെങ്കിൽ സാറിന് വിളിക്കുന്നു. അവിടെ എങ്ങനെയാണ് നമ്മൾ വിഷയം നമ്മുടെ ഏത് ഭാഗത്താണ് ചോദ്യം ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാറ്റുക. ഇത്ര എല്ലാവർക്കും മനസ്സിലുണ്ടാവില്ലേ? ഐവാൻ ആയാലും മർച്ചന്റ് ആയാലും പോലീസ് ആയാലും കിങ് ആയാലും ആരായാലും whoever it is, we can make at least these sentences for the conversation. ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇതിന്റെ കണ്ടന്റ് ഏതാണ്? ഐവാന്റേതാണെങ്കിൽ ഐവാന്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കും. അത് നമ്മുടെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ഏത് ചോദ്യമാണ്, ഏത് പാഠത്തെ ബേസ് ചെയ്യാൻ. നമുക്ക് 3 പാഠം നിന്ന് ചോദ്യം ചോദിക്കുള്ളൂ അല്ലെ? പിംഗലയുടെ പാഠം സീഡ് ഓഫ് ട്രൂത്ത് ഉണ്ട്. അതിൽ പിംഗലയും ഫാദറും തമ്മിലുള്ള സംഭാഷണം പ്രതീക്ഷിക്കാം. പിംഗലയും പിന്നെ നമ്മുടെ കിങ്ങും തമ്മിലുള്ള സംഭാഷണം പ്രതീക്ഷിക്കാം. അതുപോലെ പിംഗല ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ചിൽഡ്രൻ വിത്ത് ഫ്ലവറി പോട്ട്സ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സംഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പിംഗലയുടെ ഒരു 3-4 സംഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാം. അത് മോഡല് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് ഗ്രൂപ്പിലിട്ട് എഴുതായിരിക്കും. ഓക്കെ, അപ്പൊ പിംഗലയുടെ ആണെങ്കിൽ ഇങ്ങനെ. ദെൻ അടുത്ത പാഠം വരുന്ന ആരാണ്? അനയും പേപ്പർ ബോർഡ് അല്ലെ? അന ആൻഡ് അമ്മായി തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഇത്. ഇനി അന ആൻഡ് ദ ഫാറ്റ് ബോയ്. ആരായാൽ തന്നെ ഇത്രയും സംഗതികൾ നമ്മൾ എഴുതി വെക്കുക ആദ്യം. ഓക്കെ, അക്കോർഡിംഗ് ഇവിടെ ആരാണോ മാറ്റേണ്ടത്, ഇവിടെ ആരാണോ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ദാറ്റ് കോണ്ടെക്സ്റ്റ് വി ഹാവ് ടു ചേഞ്ച് ദ നെയിം ഹിയർ. ഓക്കെ, ടെക്നിക്കലി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സെന്റൻസ് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. എന്താണോ ചോദിച്ചിരിക്കുന്നത്, ഏതാണോ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യത്തിന്റെ ബേസിസിലുള്ള 1-2 സെന്റൻസ് ഇവിടെ നമ്മൾ നോക്കി എഴുതുന്നു. ഇനി അവസാനം നോക്കൂ, കോൺവെർസേഷന്റെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ? ഒരു 5-6 സെന്റൻസ് ഇവിടെ എഴുതി കഴിഞ്ഞു. ദെൻ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു 2 ജോഡി, ഒരു 4 സെന്റൻസ് എഴുതാം. അത് കഴിഞ്ഞ് വീണ്ടും അവസാനിപ്പിക്കുകയാണ് അല്ലെ? ഇത് നമ്മൾ ബിഗിനിങ് അത് കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം പറയുന്നു. ഇനി അവസാനം നമുക്ക് ഇത് അവസാനിപ്പിക്കണ്ടേ? ബിഗിനിങ് ആശയം അത് തുടർന്ന് ആശയത്തിന്റെ ആ കോണ്ടസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ആശയം വരുന്ന വാക്കുകളാണ് ഇവിടെ സെന്റൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒടുക്കം എൻഡ് പോർഷൻ അല്ലെ? ഒരു ബിഗിനിങ്, ഒരു ആശയ തുടർച്ചയാണ് കണ്ടന്റ് ബേസ് ആയിട്ടുള്ള സാധനം എഴുതുക. ദെൻ ഇവിടെ നമുക്ക് കണ്ടന്റ് വന്നാൽ അനയായിട്ടുള്ളതാണെങ്കിൽ അനയാൻ ഫാറ്റ് ബോയ് ആയിട്ടുള്ള സംഭാഷണത്തിന്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സാധനം എഴുതുക. ദെൻ ഏറ്റവും അവസാനം നമ്മൾ ഫിനിഷ് ചെയ്യാൻ പറ്റും, നമുക്ക് അവസാനിപ്പിക്കണം അല്ലെ? എങ്ങനെ അവസാനിപ്പിക്കാം? നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കാം. രാജു അതിന്റെ ഒന്നിട്ടോളൂ. രാജു അതിന്റെ അവസാനത്തെ എല്ലാവരും സ്ക്രീനിൽ നോക്കാം. നമ്മുടെ രാജു രാധയുടെ ആ സംഭാഷണം എങ്ങനെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. The conversation between രാജു ആൻഡ് രാധ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് സ്ക്രീനിൽ നോക്കുമല്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് സ്ക്രീൻ കണ്ടില്ലേ? ഐ ആം ഗോയിങ് ടു ബൈ അങ്കിൾസ് ഹൗസ് എന്ന് പറഞ്ഞു. അവിടെ ആണ് അവര് തമ്മിലുള്ള സംഭാഷണം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം എന്താണ് അവിടെ നോക്കുക ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളത്? കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ അങ്കിൾ ആൻഡ് ഫാമിലി. കണ്ടല്ലേ? അവിടെ അങ്കിളിന്റെ വീട്ടിൽ പോകുന്നു എന്ന് ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത സംഭാഷണത്തിന്റെ ശകലം വന്നിട്ടുള്ളത്. നോക്കൂ, രാജുവിനോട് പറയാണ്, രാജു പറയാണ് ഐ ആം ഗോയിങ് ടു മൈ അങ്കിൾസ് ഹൗസ്. അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ അങ്കിൾ ആൻഡ് ഫാമിലി. അവിടെ വന്നു കണ്ടല്ലേ? രാധ പറയാണ് കൺവേ മൈ റിഗാർഡ്സ്. ബാക്കി ഓക്കെ, കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ അങ്കിൾസ് ഫാമിലി. അത് എഴുതി കഴിഞ്ഞു. അപ്പൊ പിന്നെ രാജു പറയാണ് ഓക്കെ താങ്ക് യു.
രാധ ഓക്കെ, താങ്ക് യു, ഗ്ലാഡ് ടു മീറ്റ് യു. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. മീറ്റ് യു രാധ എന്ന് പറയുന്നത് താങ്ക് യു, താങ്ക്സ് അല്ല, താങ്ക് യു വെരി മച്ച്, താങ്ക്സ് അലോട്ട് എങ്ങനെയാണ് അതേപോലെ തന്നെ വേണമെന്നല്ല. താങ്ക് യു വെരി മച്ച്. See you again. നോക്കൂ, അപ്പോൾ ഒരു ബിഗിനിങ് നമ്മൾ ഏകദേശം ഒരേ മോഡൽ സാധനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നടുക്ക് വരുന്നത് അതിന്റെ സെന്ററിൽ ഏകദേശം വരാൻ വേണ്ടി പോകേണ്ടത് നമ്മൾ ഏത് കോൺവെർസേഷൻ, ഏത് കണ്ടസ്റ്റിലാണ്, ഏത് സന്ദർഭത്തിലാണോ, എന്താണ് അതിന്റെ ആശയം, ആ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഒരു 2 ജോഡി, ഏറ്റവും ചുരുങ്ങിയത് 4 സെന്റൻസെങ്കിലും ഇവിടെ എഴുതണം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 2 സെന്റൻസെങ്കിലും അവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അവസാനം എൻഡിങ് പോർഷനിലേക്ക് കിടക്കുകയാണ്. എൻഡിങ് പോർഷൻ നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെ രാധ പറയുന്നു, കൺവേ മൈ റിഗാർഡ്സ്. രാജു ഓക്കെ, താങ്ക് യു. രാധ ഗ്ലാഡ് മീറ്റ് യു. രാധ ലാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്, താങ്ക് യു വെരി മച്ച്, സീ യു അഗെയിൻ. അപ്പൊ നോക്കൂ, ഒരു നല്ലൊരു ബിഗിനിങ് കിട്ടി. ആശയത്തിന്റെ അതിന്റെ കണ്ടന്റ് ആയിട്ടുള്ള അതിന്റെ ആശയം ബേസ്ഡ് ആയിട്ടുള്ള 2 വരികൾ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നു. ഇത് നിങ്ങൾ 1-2 സെന്റൻസ് എഴുതിക്കുന്ന ഇത്രയും ഭാഗം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ബൈഹാർട്ടാക്കി പഠിക്കും. ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഏറ്റവും അവസാനത്ത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക. ഇവിടെ അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, അക്കോർഡിംഗ് ടു ദ പേഴ്സൺ, ആരൊക്കെയാണ് ആദ്യം രാജ്യമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മേ ബി ആന ഓർ ആൻഡി, സോറി ഓൺ, ദെൻ ഇവിടെ മെസ്സഞ്ചർ ആവാം, ഫാദർ ആവാം, പിങ്കയുടെ ഫാദർ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് അല്ലെ, രാജാവ്, കിങ് ആൻഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കിങ് ആൻഡ് ഓർ പിങ്കല, ഓർ എങ്ങനെ ഇവിടെ അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് നമ്മൾ പേര് മാറ്റുന്നു, ആളെ മാറ്റുന്നു. ബട്ട് ഇവിടുത്തെ സെന്റൻസ് അതേപോലെ ജസ്റ്റ് ആളെ മാത്രം മാറ്റിക്കൊണ്ട് ഇത്രയും സെന്റൻസ് ആദ്യം ബിഗിനിങ് പറഞ്ഞ സെന്റൻസ് എഴുതി വെക്കുന്നു. ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കണ്ടസ്റ്റ്, ആ കണ്ടന്റ് ഇവിടെ എഴുതുന്നു. ദെൻ അവസാനിപ്പിക്കുന്നത് ഇതേപോലെ റിഗാർഡ്സ്. എല്ലാം ഏത് conversation വന്നാൽ we can conclude like this. Convey my regards. Okay, thank you. Glad to meet you. Thank you very much. 1, 2, 3, 4 sentences are here. Then ഇവിടെ മേലെ ഒരു 5-6 സെന്റൻസ് കിട്ടി. 5, 6, 10, 10 സെന്റൻസ് ഓൾറെഡി 10 സെന്റൻസ് ഇവിടെ കിട്ടി. ദെൻ ഇവിടെ ഒരു 2 കൂടി കിട്ടിയാൽ നമുക്ക് അത്രയും ഒന്നുമല്ല, ഒരു 12 സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ ഫുള്ള് മാർക്ക് കിട്ടും. യാതൊരു സംശയം ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം ഈ സാധനവും ഇത് ജസ്റ്റ് ഒരു മെൻഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് മാഷം പറഞ്ഞില്ല. അപ്പോ ദീസ് ആർ ദ സിമ്പിൾ ടെക്നിക്സ് ഫോർ മേക്കിംഗ് കോൺവെർസേഷൻ. ഇങ്ങനെയുള്ള കോൺവെർസേഷൻ മേക്കിങ്ങിന്റെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തുള്ള ഒരു സാധനം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ 9:10 ആയിരുന്നു. ഒരു 1-2 പാഠഭാഗമായി ബന്ധപ്പെട്ടുള്ള കോൺവെർസേഷൻ പരിചയപ്പെടാൻ വേണ്ടി പോവാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എല്ലാവരും ഞാൻ പറയുന്ന ഒരു കുട്ടി പേര് വിളിക്കാം. പേര് വിളിക്കുന്ന കുട്ടി മാത്രം മൈക്ക് ഓൺ ആക്കി പറയണം. അഖിൽ അക്കു ഉണ്ടോ? അഖിൽ അക്കു പ്ലീസ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അഖിൽ അക്കു എന്നൊന്ന് മനസ്സിലായി. ഇതാരാണ് സംസാരിക്കുന്നത്? അഖിൽ അക്കുവിന് മനസ്സിലാവുന്നില്ല? പിന്നെ അനിൽ ജോസഫ് ഉണ്ടോ? അനിൽ ജോസഫ് സാറാണ്, സോറി. ദെൻ ആശ വിനോദ്, കുട്ടികളെ അറിയില്ല, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആതിരാവുണ്ണി കുട്ടിയാണോ ടീച്ചറിനൊന്നും അറിയില്ല. മിനി റജി, ധന്യ കെ സി, ധന്യ പി, ദിനേശ് കെ, ദിവ്യ. ഓക്കെ, ദിവ്യ ടി സി വന്ന കുട്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ നമ്മളിന്ന് രാവിലെ ഇപ്പൊ ഈ ഒരു അരമണിക്കൂർ മുന്നേ പരിചയപ്പെട്ട ഈ ഡിസ്കോഴ്സ്, ഈ കോൺവെർസേഷൻ മേക്കിങ്ങിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം ഒരു നല്ലൊരു ബിഗിനിങ് വേണം. അതിന് വേണ്ട സെന്റൻസസ് ഒരു മോഡൽ ഞാൻ രാജുവിന്റെ തന്നിട്ടുണ്ട്. അതേ മോഡൽ തന്നെയാണ് എല്ലാ ബാക്കി വേറെ ഏത് സെന്റൻസ് വന്നു കഴിഞ്ഞാലും, വേറെ ഏത് കോണ്ടസ്റ്റ് വന്നു കഴിഞ്ഞാലും ആൾക്കാരുടെ പേര് മാറ്റിക്കൊണ്ട് ഇതേപോലുള്ള സെയിം സെന്റൻസ് നമ്മൾ എഴുതുക. ഓക്കെ, അത് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ.
പിന്നെ ഏതാണ് ഇപ്പൊ അനയും അന ആൻഡ് ഓൺ അരുന്ധതി ആണെങ്കിൽ അവരുടെ പേര് മാറ്റുക. എന്നിട്ട് എന്താണ് പേപ്പർ ബോട്ടിനെ പറ്റിയിട്ട് ഒന്നോ രണ്ടോ സെന്റൻസ് ഇവിടെ എഴുതുക. ദെൻ അവസാനം ഈ പറഞ്ഞ റിഗാർഡ്സ് അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ താങ്ക് യു, ഗ്ലാഡ് മീറ്റ് യു, താങ്ക് യു വെരി മച്ച്, സീ യു അഗൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനയോടോ അരുന്ധതിയും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് ഇത് ചേർക്കാം. പിങ്കിളയും പിങ്കിളയുടെ സുഹൃത്തും തമ്മിലുള്ള നമുക്ക് ചേർക്കാം. ഐവാനും മർച്ചന്റും തമ്മിലുള്ള സംഭാഷണം ചേർക്കാം. ഐവാനും നൈറ്റിംഗേലും തമ്മിലുള്ള സംഭാഷണം ചേർക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏറ്റവും ബിഗിനിങ് സെയിം സെന്റൻസ് നമ്മൾ എഴുതുക, ആള് പേരുകൾ മാത്രം മാറ്റണം. ഈ കണ്ടന്റ് ഏത് പാഠഭാഗത്താണ്, എന്താണ് കോൺവെർസേഷൻ നടക്കുന്ന സന്ദർഭം അല്ലെങ്കിൽ ആ സ്ഥലം അല്ലെങ്കിൽ ആ കോണ്ടസ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് 2 സെന്റൻസോ ഏറ്റവും ചുരുങ്ങിയത് 2 എണ്ണം വേണം. ഒരു 4 സെന്റൻസുകൾ ഉണ്ടാക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ഏറ്റവും അവസാനത്തെ 1, 2, 3, 4 സെന്റൻസ് ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ മാർക്ക്. ദാറ്റ് മീൻസ് ഒരു 2 മാർക്കും തരാതിരിക്കില്ല. മനസ്സിലായോ? കംപ്ലീറ്റ് വൃത്തി നല്ല രീതിയിലുള്ള വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഇത് നോക്കുന്ന അധ്യാപകൻ മിക്കവാറും നിങ്ങൾക്ക് ഒരു 75% മാർക്കുകൾ തരും. മനസ്സിലായോ? ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ കണ്ടന്റ് ഏരിയയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് നമ്മുടെ പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺവെർസേഷന്റെ ഭാഗം എടുത്തിട്ട് നമുക്കൊരു ഫസ്റ്റ് സീഡ് ഓഫ് ട്രൂത്തിലെ മെസ്സഞ്ചറും പിന്നെ അവരുടെ ഫാദറും തമ്മിലുള്ള സംഭാഷണം നമുക്ക് എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? ആക്ടിവിറ്റി നമുക്ക് ചെയ്യാറുള്ളത് അത് ജസ്റ്റ് നമുക്കൊന്ന് ഇവിടെ കാണാം. ഓക്കെ എല്ലാം റെഡി അല്ലേ? ലാസ്റ്റ് പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 23, ടേക്ക് പേജ് നമ്പർ 23, ആക്ടിവിറ്റി നമ്പർ 3. ആക്ടിവിറ്റി: Pingala's father was standing in front of his house. He saw the king's messengers riding towards him. My God, what happened to my son? He thought. One of the messengers said, "You are wanted in the palace." So complete the conversation between the messenger and Pingala's father. That was the task. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ വിക്ടേഴ്സിലുള്ള ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ക്ലാസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംഭാഷണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതെല്ലാവരും കാണുന്നുണ്ടല്ലോ? സ്ക്രീനിൽ കാണുന്നില്ലേ? ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി സ്ക്രീനിൽ കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ. കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടെ നേരെ ഡയറക്റ്റ് അല്ലെ മെസ്സഞ്ചർ കാണുന്നില്ല. ആണല്ലോ, ഇനി സ്ക്രീനിൽ മാറ്റിക്കോ. ഓക്കെ ഇനി എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കുക. മെസ്സഞ്ചർ പറയാണ്, യു ആർ wanted in the office. നമുക്ക് ആദ്യം ഒരു സാധനം തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ മേലെ കയറാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ് എന്ന് വന്നിട്ട് മെസ്സഞ്ചർ നേരെ ഓടി വന്ന് നമ്മുടെ പിങ്കലയുടെ ഫാദറിന്റെ മുന്നിൽ വന്ന് പറയാണ്, യു ആർ വാണ്ടഡ് ഇൻ ദ ഓഫീസ്. അവിടെ ഫോർമാലിറ്റീസ് ഒന്നും നമ്മൾ കാണാനില്ല അല്ലെ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും അവിടെ പറയുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് കോൺവെർസേഷനും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ നമ്മൾ ആ ടൈപ്പ് എന്താണ് കോൺവെർസേഷൻ നമുക്ക് നേടി നോക്കാം. എങ്ങനെ ഫോർമൽ ആ സാധനങ്ങൾ ഇല്ലാതെ. പക്ഷെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത് അതിനെ കുറച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് ആ സാധനങ്ങൾ ചെയ്യാം. അപ്പൊ ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു
you are wanted in the office. Class father. Class father എന്തായിരിക്കും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ നോർമലി നമ്മൾ പറയും എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്, അല്ലെ അല്ലെ, ഫോർ വാട്ട്, അല്ലെ, ആരാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ് ചോദിച്ചത്. യു ആർ വാണ്ടഡ് ഇൻ ദ ഓഫീസ് ഓഫ് ദ പാലസ്. രാജാവിന്റെ കൊട്ടാരത്തിലെ പാലസ് ആണ് ഇപ്പോഴത്തെ, അല്ലെ, പാലസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മെസ്സഞ്ചറെ നമ്മുടെ പിങ്കയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് സിറ്റുവേഷൻ ഈസ് എവിടെയാ, ഇറ്റ് ഈസ് ഗോയിങ് എവിടെയാ, നമ്മുടെ പിങ്കയുടെ വീട്ടിലാണ് ഈ സന്ദർഭം, ഇതിന്റെ കോntest നടക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ സംഭാഷണം അവിടെ നടക്കുന്ന സന്ദർഭം പിങ്കയുടെ വീട്ടില് പിങ്കയുടെ ഫാദർ he was waiting there. That time the messenger came there and they are making conversation between this Pingala's father and messenger. So what will be the conversation between this messenger and Pingala? അതാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഫോർമൽ കോൺവെർസേഷൻ ഇവിടെ കാണാനില്ല, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് എഴുതുക. നമ്മൾ ഇവിടെ എത്തുന്നത് നോക്കണ്ട. അപ്പൊ നമ്മള് മെസ്സഞ്ചർ യു ആർ വാണ്ടഡ് ഇൻ ദ ഓഫീസ്. അപ്പൊ പിങ്കളാസ് ഫാദർ നമുക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നമുക്ക് ഡയറക്റ്റ് തരൂല. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലോ, ഇങ്ങനെ കറക്റ്റ് പിങ്കളാസ് ഫാദർ മെസ്സഞ്ചർ പറയുമ്പോൾ നമുക്ക് വി ആർ ഫോഴ്സ്ഡ് ടു ഡു, അവർ പറയുന്ന രൂപത്തിലേക്ക് സംഭാഷണം എഴുതാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്, അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള സംഭാഷണം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവേറ്റ് എന്ന രീതിയിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ ദ ഓഫീസ് ഓഫ് ദ പാലസ്. അതാണ് ഓഫീസ് വെച്ച് നമുക്കറിയാം, പാലസിലെ രാജകൊട്ടാരത്തിലെ ഓഫീസിൽ നിങ്ങളെ വിളിപ്പിക്കുകയാണ്. എന്തിനാണ്? അപ്പൊ പിങ്കളാസ് ആഗ്രഹിക്കുന്നു, അല്ലെ, ആരാണ് എന്നെ ഫോർ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സഞ്ചർ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് പിങ്കളാസ് ഫാദറിന്റെ കയ്യിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്ന സംഭാഷണം ഈ ടൈപ്പ് ആകാം, മേ ബി, അല്ലെ. നമ്മൾ ഇതൊന്നല്ല എഴുതാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി വെറുതെ പരിചയപ്പെടുന്നു. പിങ്കളാസ് ഫാദർ പറഞ്ഞു. അപ്പൊ പിങ്കളാസ് ഫോർ വാട്ട് ചോദിച്ചു, അല്ലെ, എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പൊ മെസ്സഞ്ചർ പറഞ്ഞു, മെസ്സഞ്ചർ എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് റിഗാർഡിംഗ് യുവർ സൺ. നിങ്ങളുടെ മകനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് പേടിയല്ലേ, തന്റെ മകനെ കുറിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് റിഗാർഡിംഗ് യുവർ സൺ. അപ്പൊ ഫാദർ എന്തോ ഉണ്ടാവും, ഫാദർ ഉണ്ടാവും, ദൈവം എന്താണല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, എന്തെങ്കിലും അവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ള ഒരു വറിയുണ്ടാവും, അല്ലെ, അല്ലെ. അപ്പൊ അതാണ് has he done any mistake, അല്ലെ, has he done anything mistake എന്നോ wrong എന്നോ എന്താണ് ചെയ്യുക. Has he done anything wrong? എന്തെങ്കിലും സംഭവം, എന്തെങ്കിലും തെറ്റ്, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? സംഗതി നമ്മൾക്കറിയാം, അല്ലെ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നോ. അപ്പൊ മെസ്സഞ്ചർ എന്താ പറയാ? നോ അല്ല, അല്ലെ. എന്താണ് അവിടുത്തെ ശരിക്കും പ്രശ്നം? എന്താണ്? യുവർ സൺ ഈസ് നൗ ദ പ്രിൻസ് ഓഫ് അവർ കിങ്ഡം, അല്ലെ. അതാണ് ആ വിഷയം അവതരിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്, അല്ലെ. നോ, he is selected as the prince. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ നോക്കൂ, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഫോർമൽ ഉള്ള സാധനം എഴുതിയിട്ടില്ല. നമ്മൾ പരീക്ഷ കാണുന്ന ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഫസ്റ്റില് മെസ്സഞ്ചർ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, അപ്പൊ പിങ്കളാസ് പട്ടപ്പൊട്ടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതിനു ശേഷം ആണ് ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. മനസ്സിലായോ? ഈ കണ്ടന്റ് മുന്നേ നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനങ്ങൾ 4-5 സെന്റൻസ് നമ്മൾ എഴുതണം. ഇതിനെ ചുരുക്കി കൊണ്ടുവരാം. ഇതിന്റെ അവസാനം ഒരു എൻഡിങ് പോർഷൻ ഞാൻ പറഞ്ഞല്ലേ, ദിസ് ഈസ് ദ കണ്ടന്റ് പാർട്ട്.
ഇനി അതിന്റെ ഏറ്റവും അവസാനം ഏറ്റവും ചുരുക്കിയിട്ട് നമ്മള് ബിഗിനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിഗിനിങ് നമ്മൾ ഓൾറെഡി ഉള്ള സാധനം എഴുതി കഴിഞ്ഞു. മെസ്സഞ്ചറും പിഗ്ലാസ് തമ്മിലുള്ള സംഭാഷണം 3-4 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് അവസാനം എൻഡിങ് പോർഷൻ. ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കുക? എങ്ങനെ അവസാനിപ്പിക്കാൻ നമുക്ക്? മെസ്സഞ്ചർ വന്നു, ഇതാ മെസ്സഞ്ചർ ഇയാളെ കൂട്ടി പോകാനല്ലേ? പ്ലീസ് കം ഫാസ്റ്റ്. അപ്പോ ഫാദർ പറഞ്ഞു, ഓക്കെ സാർ, ഐ ആം റെഡി. Please wait for senders. Please wait. അപ്പൊ മെസ്സഞ്ചർ പറഞ്ഞു, ഓക്കെ ഗെറ്റ് റെഡി. അപ്പൊ മെസ്സഞ്ചർ പറഞ്ഞു, പിന്നെ ഫാദർ പറഞ്ഞു താങ്ക് യു. അവസാനം നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു സാർ. ഈ അവസാനം പറയുന്ന സാധനം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടാക്കിയ സാധനം ചെറിയ വ്യത്യസ്തമാക്കി. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ വി ഹാവ് ടു ചേഞ്ച് ദ വേർഡ്സ്. നമ്മൾ പ്ലീസ് കം ഫാസ്റ്റ്, പെട്ടെന്ന് വരാനാ പറഞ്ഞല്ലേ, ഓഫീസിലേക്ക് പെട്ടെന്ന് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ സാർ, ഐ ആം റെഡി. മെസ്സഞ്ചർ പറഞ്ഞു പ്ലീസ് വെയിറ്റ്. ഈ സാധനങ്ങളൊന്നും എഴുതാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ നമ്മൾ ലാസ്റ്റ് രാജു ആൻഡ് രാധന്റെ അവസാനം നമ്മൾ എഴുതിയല്ലോ, ആ സെന്റൻസ് അവിടെ എഴുതാം. സൂത്രപ്പണി. ഇതൊന്നും എഴുതാൻ നമുക്ക് കിട്ടിയില്ല, നമ്മളെ മനസ്സിലേക്ക് വന്നില്ല എങ്കിൽ ഏറ്റവും അവസാനം രാജു രാധയുടെ ഏറ്റവും അവസാനത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ ഇവിടെ വെച്ചങ്ങ് എഴുതുക. അങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യും. ആണ് മെസ്സഞ്ചർ ആണ് ഇവിടെ രാജു രാധ എഴുതിയത്. ആരാണോ ആൾക്കാർ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് അവരെ പേര് എഴുതാം. നേരത്തെ പറഞ്ഞ സാധനം അവിടെ കട്ട് ആൻഡ് പേസ്റ്റ് എഴുതാം. സോ നമുക്ക് ഓൾറെഡി ഒരു ബിഗിനിങ് നമ്മൾ എഴുതി കഴിഞ്ഞു, ചെറിയ കണ്ടന്റ് പാർട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് ഇത്രയും ഫുള്ളായിട്ട് എഴുതുന്നില്ല. അതിനുശേഷം മെസ്സഞ്ചറും പിങ്കളയും ഫാദറും തമ്മിലുള്ള അവസാനത്തെ സംഭാഷണത്തിന്റെ ഭാഗങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ രാജു രാധയുടെ അതേ സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക, മീൻസ് എഴുതുക. അപ്പോ ഏകദേശം മോശമല്ലാത്തൊരു സംഭാഷണത്തിന്റെ രൂപം കിട്ടും. ദാറ്റ് വി വിൽ ഗെറ്റ് അറ്റ് ലീസ്റ്റ് 50% മാർക്ക്, യാതൊരു സംശയമില്ല. ബിഗിനിങ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ഏറ്റവും അവസാനം വരേണ്ട എൻഡിങ് പാർട്ടിൽ എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു 3-4 സെന്റൻസ് കൂടി വന്നു കഴിഞ്ഞാൽ കോൺവെർസേഷൻ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നമുക്ക് എഴുതി എന്നൊരു കോൺഫിഡൻസ് വരും. ദാറ്റ് വി വിൽ ഗെറ്റ് മാക്സിമം. ഓക്കെ, പറഞ്ഞു കേൾക്കുന്നില്ലേ? ഓക്കെ, ഇതിന്റെ ഒക്കെ ഇതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ലാസ്റ്റത്തെ ലൈൻ ഒന്ന് പറഞ്ഞല്ലോ. പ്രശ്നങ്ങൾ നമ്മുടെ ലാസ്റ്റ് ലൈൻ രാജു രാധയുടെ ഒരു സാധനം നമ്മൾ കണ്ടില്ലേ? ഇവിടെ എന്താ നോക്കണ്ട, ഓക്കെ. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ക്ലാസ് ഫാദർ ലാസ്റ്റ്? ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു എന്ന് പറഞ്ഞാൽ അവിടെ കൺക്ലൂഡ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ സെന്റൻസിൽ മനസ്സിലായത് മെസ്സഞ്ചർ അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടൊരു താങ്ക് യു പറഞ്ഞു, ഇങ്ങോട്ടൊരു താങ്ക് യു കൊടുക്കുന്നു, അതിനെ അവസാനിപ്പിക്കുന്നു. അത് മനസ്സിലായോ? രാജു രാധയുടെ അവസാനത്തെ 4 സെന്റൻസ് എടുക്കുക, എഴുതുക, അതൊക്കെ പരിപാടി. അപ്പൊ നോക്കൂ, ഒരു ബിഗിനിങ് അല്ലെ, ഒരു ബിഗിനിങ് ഉണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് ബിഗിനിങ് പാർട്ട്. സെക്കൻഡ് പാർട്ടോ കണ്ടന്റ് അല്ലെങ്കിൽ കോൺടാക്ട്. കോൺടാക്ട്, കണ്ടന്റ്, സിറ്റുവേഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട 2 അറ്റ്ലീസ്റ്റ് ഒരു 4 സെന്റൻസ് 4 ഇവിടെ ചേർന്ന ഇവിടെ ഒരു നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയത് ഒരു 6 ഉണ്ട്. ഇല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 അവിടെ ഉണ്ടാകും. ഇവിടെ 4 എഴുതി. ഏറ്റവും എൻഡിങ് പോർഷൻ, എൻഡ് പാർട്ട് ഒരു 4 4, 4, 8, 4, 12.
6 പോട്ടെ, ഒരു 4 എഴുതിക്കും. 4 4 8 4 12 ഒരു അരമാർക്ക് കൂടിയാൽ 6 മാർക്ക്. 6ന്റെ നേർ പകുതിയായാൽ 3 മാർക്ക് നമുക്ക് കിട്ടും. കിട്ടൂലേ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ? കിട്ടില്ലേ? കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലായി, ബിഗിനിങ് നമ്മൾ ഏകദേശം നേരത്തെ പറഞ്ഞ പോലുള്ള കോൺവെർസേഷൻ എഴുതുക. നടുക്ക് അതിന്റെ ആശയ തുടർച്ചയായിട്ട് വരുന്നത്, അതിന്റെ ആശയമായി ബന്ധപ്പെട്ടിട്ട് ഏത് പാഠമാണോ, ആരാണോ സംഭാഷണം, ഏത് സന്ദർഭത്തിലാണെന്നുള്ളത് അനുസരിച്ചിട്ട് ഒരു 4 സെന്റൻസ് എഴുതുക. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം എന്റെ പാർട്ടിൽ ഒരു 4 സെന്റൻസ് നമ്മൾ കോമൺ ആയിട്ട് സാർ എഴുതാം. കോമൺ ആയിട്ട് ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്, കോമൺ ആയിട്ട് എവിടെയും തന്നിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഏത് സിറ്റുവേഷനാണ് അനുസരിച്ചിട്ടുള്ള, ഒന്നുമില്ലെങ്കിൽ ക്വസ്റ്റ്യൻ 2 ഭാഗം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻ 1 or 2 സെന്റൻസ് ആക്കിയിട്ട് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിക്കുന്ന രീതിയിൽ, മറിച്ചും തിരിച്ചു വരുന്ന രീതിയിൽ ഏകദേശം നിങ്ങൾ LSS കുട്ടികളല്ലേ, കുറച്ച് മനസ്സിലാവുമല്ലോ, ചോദ്യം വായിക്കും മനസ്സിലാവും. ആ ചോദ്യത്തിന്റെ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, യു ഹാവ് ടു ഡെവലപ്പ് ദ കണ്ടന്റ് ഏരിയ. ഓക്കെ, ആ നടുക്കത്തെ ആ സെൻട്രൽ പോർഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അവസാനം ഫസ്റ്റ് തന്നതും ഈ അവസാനം തന്ന കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ വൈകാതൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, അത് പഠിക്കുക. ഇതിൽ 3 പാഠമുള്ളൂ. 3 പാഠത്തിൽ വരാൻ സാധ്യതയുള്ള സംഭാഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. സമയം 9:30 ഒരു ബിഗിനിങ് പാർട്ട്, സെൻട്രൽ മീൻസ് ആശയ തുടർച്ച, ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3-4 സെന്റൻസ്, ഏറ്റവും അവസാനം ഹൗ ടു കൺക്ലൂഡ് ദ കൺവെർസേഷൻ, അവിടെ ഒരു 4 എണ്ണം. ഇത് കോമൺ ആയിട്ടുണ്ട്. ഇവിടെ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50%. ഒരു 3 മാർക്ക് 2 മാർക്കിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യണം. 1, 2, 3 ആകെ 3 പാഠമുള്ളൂ. 3 പാഠത്തിൽ വരാൻ പറ്റുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുക, ഒരു പറഞ്ഞുതരും. അപ്പോൾ സിമ്പിൾ ടെക്നിക്സ് ഫോർ മേക്കിംഗ് കോൺവെർസേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം, ബിഗിനിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു 6 സെന്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു 4 എണ്ണം എഴുതുക. അതിന്റെ സെക്കൻഡ് പാർട്ട്, അതിന്റെ ദാറ്റ് മീൻസ് ബോഡി, അതിന്റെ സെൻട്രൽ പാർട്ടിൽ, അതായത് അതിന്റെ സിറ്റുവേഷൻ എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, നമ്മൾ ചോദിച്ച ആശയം എന്താണെന്നുള്ള രീതിയിൽ അതിരുന്ന ഭാഗത്തിൽ 4 സെന്റൻസ് എഴുതുക. ഏറ്റവും അവസാനത്തെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഒരു 4 സെന്റൻസ് കണ്ടിട്ട് 4 കിട്ടും. 12 സെന്റൻസ് അതൊന്നും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള 3 പാഠമാണ് നമുക്കുള്ളത്. 3 പാഠത്തിൽ ഏതൊക്കെ സാധ്യതകളാണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത് ടീച്ചർമാർ ഡിസ്കസ് ചെയ്യും, ടീച്ചർമാർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിക്കാനുള്ള ആദ്യത്തെ 4 എണ്ണം എഴുതി ഒരു 2 മാർക്കാണെങ്കിൽ 1 മാർക്ക് അവിടെ കിട്ടും. ഒരു എന്തെങ്കിലും കണ്ടന്റ് ഒന്നിലും ചോദ്യം തിരിച്ചു മാർക്ക് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു 1/2 മാർക്ക് നമുക്ക് കിട്ടും. ഏറ്റവും അവസാനം 1 മാർക്ക്, 1, 2 പകുതി മാർക്കെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ അറ്റംപ്റ്റ് ഇനി ഉണ്ടാവേണ്ടത്. ഒന്നാമത്തെ സീഡ് ഓഫ് ട്രൂത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രണ്ടാമത്തെ പാഠത്തിൽ 3 സന്ദർഭമുണ്ട്. 3ാമത്തെ പാഠത്തിൽ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്, അതിലും ഇത് പറഞ്ഞ കുറെ സിറ്റുവേഷൻ, നൈറ്റിംഗലായിട്ടുള്ള സംഭാഷണത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ഐവാൻ വിത്ത് ദ വേൾഡ് മർച്ചന്റ് ആയിട്ടുള്ള സംഭാഷണത്തിന് സാധ്യതയുണ്ട്. കിങ്ങും നമ്മുടെ എന്താണ് ഐവാൻ നമ്മുടെ സംഭാഷണ സാധ്യതയുണ്ട്. ഇനി ക്രോസ് നമ്മുടെ കാക്കകളുടെ നേതാവും നമ്മുടെ ഐവാൻ തമ്മിൽ സംഭാഷണത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് സംഭാഷണ സാധ്യതയുള്ള ഇഷ്ടംപോലെ സംഭാഷണ സാധ്യതയുള്ളതാണ് അല്ലെ. അത് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 എണ്ണം പഠിച്ചു വെക്കുക. ഓരോ പാഠത്തിനും ഒരു 5-5 പഠിച്ചു വെച്ചാൽ ഈസിലി അറ്റൻഡ് ദ കോൺവെർസേഷൻ പാർട്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ക്ലാസ് ടുഡേ. നമ്മൾ വളരെ മലയാളത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടാണ് പറഞ്ഞത്. LSS ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം എന്താണ് ഇംഗ്ലീഷ് ബേസ്ഡ് ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ആണെങ്കിൽ ചില കുട്ടികളൊക്കെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകാൻ, പ്രത്യേകിച്ച് ഈ ഒരു ഇങ്ങനെ ക്ലാസ് റൂം ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ഓപ്പറേറ്റിംഗ് വിത്ത് മീ. ഒരു മണിക്കൂറോളം നിങ്ങൾ എന്നെ സഹിച്ചു അല്ലെ. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അല്ലെ, ഒരു മെന്റേഴ്സ് കേരള നടത്തുന്ന ഈ ഒരു വളരെ 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 ഹെൽപ്ഫുൾ ആണ് കുട്ടികൾക്ക്. നമ്മുടെ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുള്ള അധ്യാപകർ, നല്ല വിക്ടേഴ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ് കൂടുതലുള്ളത്. അവർക്ക് തരുന്ന ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് LSS എല്ലാവരും വായിക്കാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം ഉണ്ടാകട്ടെ.
എല്ലാവർക്കും അതിൽ ലഭിക്കട്ടെ, ലഭിക്കുമാറാട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ടീച്ചർ സംസാരിക്കും. ഓക്കെ, താങ്ക് യു.